എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളിലേക്കും പാചകങ്ങളിലേക്കും കടന്നാലോ? അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വേണ്ട കഞ്ഞിയൊക്കെ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയിടാം. അതിനായിട്ട് വേണ്ട ഞാനിപ്പോൾ അരി എടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വേണ്ട അരി എടുത്തിട്ട് ഞാൻ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി വേണ്ട നമ്മുടെ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കാപ്പിക്കുള്ളതും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് തിളച്ച വെള്ളമേ അതിനകത്തോട്ട് ഒരു കപ്പിനകത്തോട്ട് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കാപ്പി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാ എളുപ്പപ്പണികളാണ് നമ്മൾ രാവിലെ നോക്കുന്നത്. അപ്പോൾ വേണ്ട അതിനകത്തുനിന്ന് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് തക്കാളിയാണേ. അപ്പം തക്കാളി തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണിച്ചു തരാവേ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ അടയുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ 2 പഴവിരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഞെരടിയിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി നമുക്ക് അട പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്കും രാഹുലിനും മതി അട. അതുകൊണ്ട് 2 പേർക്കും കൂടെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായയും വെക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന് പിന്നെ കഞ്ഞി കൊടുത്താൽ മതിയല്ലോ, അതും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേണ്ട നമ്മൾ അരി ഇടുവാണേ. അരി കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ഇനി നമുക്ക് കറിക്കുള്ള പരിപാടിയിലേക്ക് കടക്കാവേ. അപ്പോൾ ഈ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റാലും നമ്മൾ 6:30 ആകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും റെഡിയായി കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലാക്സായിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാം. പിന്നെ ഞാൻ കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളുടെയും ജോലികൾ. ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് പിന്നെ നാളെ പൊതിയൊന്നും കൊണ്ടുപോകണ്ടാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇന്ന് വൈകിട്ടൊന്നും തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നലെ വെച്ചതാണ്. നല്ല മുളകിനകത്ത് വറ്റിച്ച കറുത്ത ആവോലി കറി വെച്ചതാണ് കണ്ടോ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചാറും ഒരു തോരനൂടെ ഉണ്ടാക്കിയെടുക്കാം. ചാറില്ലെങ്കിലും കുഴപ്പമില്ല, തോരനാണേലും മതി. പിന്നെ മീൻകറി മുളകായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തേങ്ങ അരച്ചൊരു കറിയും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതേണ്ട നമ്മുടെ കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ, കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കട്ടൻ കുടിക്കട്ടെ. ഇതേണ്ടേ നമ്മളെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ഉള്ളിയും കൂടെ അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാവേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ അതേണ്ടേ നമ്മുടെ തക്കാളിക്കറിക്കുള്ള തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് തക്കാളിക്കറി. തക്കാളിക്കായും പയറും മെഴുക്കുവരട്ടി നല്ല കോമ്പിനേഷൻ. ഇപ്പോൾ അതേണ്ടേ നമ്മളുടെ തക്കാളിക്കറി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുവും കൂടെ വറുത്തൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ ആവോലി മുളകിട്ട കറിയും അതുപോലെ തന്നെ തക്കാളിക്കറിയാണ്. തോരൻ ഉണ്ടാക്കിയില്ല, ടൈമില്ലായിരുന്നു. പിന്നെ നമ്മൾ അട കല്ലേപ്പരത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായയും വെച്ചിട്ടുണ്ട്. കഴിക്കാനൊക്കെ അവർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പാചകവും വിശേഷങ്ങളുമേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.